മൂടക്കൊല്ലി ഫാമിൽ കടുവ പന്നികളെ കൊന്ന സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. 2 തവണയായി 26 പന്നികളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. കർഷകന് നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ശ്രീജിത്തിന്റെയും ശ്രീനിഷിന്റെയും പന്നി ഫാമിൽ വളർത്തിയിരുന്ന 26 പന്നികളെ കടുവ കൊന്ന സംഭവത്തിൽ കർഷകന് പന്നികളെ ബന്ധപ്പെട്ടവർ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം ശക്തമാക്കിയത്. നിരന്തരമായി വാഗേരി, മൂടക്കൊല്ലി, കൂടലൂർ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായി വരികയാണ്. കടുവ കൂടലൂരിൽ പുല്ലുവെട്ടാൻ പോയ ക്ഷീരകർഷകനായ പ്രജീഷിന്റെ ജീവനെടുത്തതിന് പിന്നാലെ നിരന്തരമായി പ്രദേശങ്ങളിൽ കടുവ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്നതിൽ പ്രതിഷേധിച്ച് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, പന്നികളെ നഷ്ടപ്പെട്ട കർഷകന് പന്നിക്കുഞ്ഞുങ്ങളെ അടിയന്തരമായി വാങ്ങി നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനപാലകരെ തടഞ്ഞ് സമരം ശക്തമാക്കിയത്. അതുകൊണ്ട് പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും പന്നിക്കുഞ്ഞുങ്ങളെ ഈ കർഷകർക്ക് കൊടുക്കുകയും അവർക്ക് നാമമാത്രമായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള നഷ്ടപരിഹാര തുക മാറ്റിവെച്ചുകൊണ്ട് പന്നിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള സമീപനം ഉണ്ടാവണം, അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുണ്ടാകുന്നത്. ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള സമരം നേരിടേണ്ടി വരും. ഫോറസ്റ്റുകാർ ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന അവസരത്തിൽ അവിടെ ഇവിടെ ഈ വഴിയിൽ വെച്ച് തടയും. ഇതിന് തീരുമാനമുണ്ടായതിനു ശേഷം മാത്രമേ പിരിഞ്ഞു പോവുകയുള്ളൂ. പന്നികളെ നഷ്ടപ്പെട്ട കർഷകന് നഷ്ടപരിഹാരമായി പന്നിക്കുഞ്ഞുങ്ങളെ വാങ്ങി നൽകുന്നതുവരെ സമരം തുടരുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, നടവയൽ.